ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വം എന്ന ചിത്രം 21-ാം ദിനം പിന്നിടുകയാണ്. ഈ ഒരു ബുധനാഴ്ചത്തെ കളക്ഷൻ മികച്ച രീതിയിൽ തന്നെ സിനിമയ്ക്ക് നിൽക്കുകയാണ്. അതായത് കഴിഞ്ഞ തിങ്കൾ മുതൽ ഈ 19, 20, 21 ദിനങ്ങളിൽ നോക്കുകയാണെങ്കിൽ സ്റ്റഡി കളക്ഷനാണ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ ഇടിവ് എന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയുടെ ഇടിവ് മാത്രമാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 17-ാം തീയതിയിലത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 648ഓളം ഷോകളാണ് സിനിമയ്ക്കുള്ളത്. 20,000-ഓളം ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റുപോയിരിക്കുന്നു. 32 ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ 37 ലക്ഷം രൂപയായിരുന്നു നമുക്ക് ട്രാക്ഡ് കളക്ഷൻസിൽ വന്നത്. 45-50 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷനായി ഇന്നലെ വന്നത്. മിനിഞ്ഞാന്ന് 41 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷൻസ് വന്ന് 50 കോടി കടന്നിരുന്നു. ഇന്ന് 36 അല്ലെങ്കിൽ 35-36 ലക്ഷം രൂപ തന്നെ ഇന്നും കളക്ഷൻ വരുമെന്നുള്ളതും ഉറപ്പിക്കുകയാണ്. അതായത് സ്റ്റഡി കളക്ഷൻ 3 ദിവസം കൊണ്ട് സിനിമ ഏകദേശം 1.25-1.5 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്നത്. ഈ ഒരു ചെറിയ സിനിമയ്ക്ക് കിട്ടുന്ന വലിയ പ്രതികരണം എന്ന് തന്നെ പറയാം. സ്റ്റഡി കളക്ഷൻ, സ്റ്റഡി ഓഡിയൻസ് തന്നെയാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. 22 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത് എന്ന് പറയുമ്പോഴാണ് സന്തോഷകരമായ കാര്യം. 20,000 ഷോകളിലേക്ക് എത്തുന്നു. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടി കഴിഞ്ഞിരിക്കുന്നു. സിനിമ 38 കോടിയിലേക്ക് കടക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 172ഓളം കോടി കടന്നിരിക്കുന്നു. 75 കോടിയിലേക്കുള്ള പ്രയാണത്തിലുമാണ്. എന്തായാലും മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ, സത്യനന്ദിക്കാടും മോഹൻലാലും ഒരുമിച്ചപ്പോഴൊക്കെ മലയാളിക്ക് ലഭിച്ചത് മികച്ച സിനിമകൾ തന്നെയാണ്. ഓരോ കാലത്തും മനസ്സിലിട്ട് താലോലിക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഇവർ ഈ ഒരു കൂട്ടുകെട്ടിൽ തന്നിരിക്കുന്നത്. ഇനിയും പ്രത്യേകിച്ച് പറയേണ്ടത് സത്യനന്ദിക്കാടിൻ്റെ കാര്യം തന്നെയാണ്. 80s 90s ഒരു സംവിധായകന് കിട്ടുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് തന്നെ ആണ് ഈ വർഷം ഈ ഒരു സിനിമയിലൂടെ സത്യനന്ദിക്കാടിന് കിട്ടിയിരിക്കുന്നത്. പലപ്പോഴും ഔട്ട്ഡേറ്റഡ് എന്ന് പലരും പറയുമെങ്കിലും മലയാളത്തിൻ്റെ എന്നത്തെയും നല്ല സിനിമകളുടെ ഒരു ചെപ്പ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അതിപ്പോൾ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും അതല്ല ജയറാം ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിലൂടെ വന്നിരിക്കുന്നത് മികച്ച സിനിമകൾ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഫാമിലി പ്രേക്ഷകരെ അട്രാക്റ്റ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.